നമസ്കാരം. താഴിട്ട് പൂട്ടി സീൽ ചെയ്ത സ്ട്രോങ് റൂമുകളിലാണ് ജനമനസ്. എല്ലാ പ്രവചനങ്ങളുടെയും ആയുസ് ഇനി മണിക്കൂറുകൾ മാത്രം. എണ്ണി കാത്തിരുന്ന ആ ദിവസം ഇങ്ങടുത്തു. മെയ് 4. ഒരു വിളിപ്പാടകലെയുണ്ട് കേരളം ആര് ഭരിക്കുമെന്ന യാഥാർത്ഥ്യം. ടോപ് 10 ആരംഭിക്കുന്നു. എല്ലാ വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 2 നാൾ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് UDF. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. മികച്ച വിജയപ്രതീക്ഷയിൽ NDA. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കത്തിനൊപ്പം മന്ത്രിസഭയിൽ ആരൊക്കെയെന്നും ചർച്ചകൾ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി കേന്ദ്ര സർക്കാർ. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വില വർദ്ധിപ്പിക്കുന്നത് 3ാം തവണ. ഹോട്ടൽ ഉടമകൾ പണിമുടക്കിലേക്ക്. മെയ് 6 ഹോട്ടൽ അടച്ചിടും. സംസ്ഥാനത്ത് ആനക്കലിയിൽ ഇന്ന് പൊലിഞ്ഞത് 2 ജീവനുകൾ. അങ്കമാലി കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇടഞ്ഞോടിയ ആന ലോറി ഡ്രൈവറെ ചവിട്ടിക്കൊന്നു. 2ാം പാപ്പാൻ പ്രദീപിന് ഗുരുതര പരിക്ക്. വാഹനങ്ങളും കടകളും മതിലുകളും തകർത്തു. ആനയെ മയക്കുവെടിവെച്ച് തളച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആന 2ാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴ്വാടി കാശിനാഥൻ ഇടഞ്ഞത് എഴുന്നള്ളിപ്പിനിടെ. ബംഗാളിൽ ജനവിധി അട്ടിമറിക്കാൻ ശ്രമമെന്ന് മമതാ ബാനർജി. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും EVM-ൽ തിരിമറിക്ക് ശ്രമിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തോൽവി ഉറപ്പിച്ച മമത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് BJP. സംഘർഷം കണക്കിലെടുത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുൻപിൽ നിരോധനാജ്ഞ. ബംഗാളിൽ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ്. സംസ്ഥാനത്ത് കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശം. മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിനിടെ 11 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്ക് ഗുരുതരമല്ല. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. സമാധാന കരാറിന് വഴങ്ങാത്ത ഇറാനെതിരെ യുദ്ധം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എത്ര കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനും തയ്യാറെന്ന് ഇറാൻ. PV അൻവറുമായുള്ള ഫോൺ വിളിയിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. തെളിവില്ലെന്ന് കണ്ടെത്തൽ. ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെയെന്നും കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 226 റൺസ് വിജയലക്ഷ്യം. റിയാൻ പരാഗിന് അർദ്ധ സെഞ്ചുറി. ഇടുക്കി അഞ്ചുരുളിയിൽ 24 കുടുംബങ്ങളുടെ ഭൂമി റിസർവ് ഫോറസ്റ്റ് എന്ന് വനം വകുപ്പ്. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ KSEBിക്ക് വനം വകുപ്പിന്റെ നോട്ടീസ്. കുടിയൊഴിപ്പിക്കാനുള്ള വനം വകുപ്പിന്റെ ശ്രമമെന്ന് നാട്ടുകാർ. സ്റ്റോറി ഓഫ് ദി ഡേ. നീലയൂരിലെ കൈത്തറി പെരുമ. ഇനിയുള്ള 5 വർഷം കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 2 ദിവസം കൂടി. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളാകുമോ? പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം UDF ഭരണം പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ പ്രവചനം UDFന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ തമ്മിലുള്ള പോരുമുറുകുന്നു. മുസ്ലിം ലീഗ് VD സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഇരു ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും. ഇതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിയതെന്നാണ് സൂചന. പുറത്തുവന്ന 10ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് മുൻതൂക്കം പ്രവചിച്ചു കഴിഞ്ഞു. ഇതോടെ താൽക്കാലികമായി നിർത്തിവെച്ച കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച വീണ്ടും സജീവമായി. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ലഭിച്ച പിന്തുണ ജനവികാരമാണെന്ന് കരുതുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് ചർച്ച മറ്റൊരു തരത്തിലേക്ക് എത്തിയത്. MLA-മാരുടെ പിന്തുണ സതീശന് ഇല്ല എന്ന് വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് ലീഗ് പിന്തുണ പരസ്യമാക്കിയത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞതിൽ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. അതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ചതെന്നാണ് സൂചന. എങ്കിലും ഹൈക്കമാൻഡിന്റെ പിന്തുണ KCക്കാണ് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്.
കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് KC വേണുഗോപാൽ യോഗ്യനാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ വ്യക്തമാക്കി. രാഹുലിന്റെ തീരുമാനം നിർണായകമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം KCക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതാണെന്നും പറഞ്ഞു. ഇതോടെ കളമൊഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും കളത്തിൽ തന്നെ ഉണ്ടെന്നുമാണ് KC പക്ഷം പറഞ്ഞു വെക്കുന്നത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത്. എന്നാൽ തുടർഭരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ LDF ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടാനാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. എന്നാൽ ഏറ്റവും അധികം ആത്മവിശ്വാസത്തിലുള്ളത് NDA ക്യാമ്പാണ്. ശരാശരി 4 സീറ്റുകളിൽ NDAക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേകൾ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ് മുന്നണി നേതാക്കൾ. LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു എക്സിറ്റ് പോളിലും LDFന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ 2 ദിവസം ശേഷിക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ LDF UDF മുന്നണികൾ പ്രതീക്ഷയർപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പ്രകടിപ്പിച്ചത്. എക്സിറ്റ് പോൾ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും MA ബേബി പറഞ്ഞു. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സിറ്റ് പോളിലെ കണക്കുകൾ വിശ്വസിക്കുന്നില്ലെന്നും സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ നിൽക്കുമെന്നും ഇത്തവണയും LDFന് അനുകൂല ഫലമുണ്ടാകുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. BJPക്ക് അധിക സീറ്റുകൾ ഒരു എക്സിറ്റ് പോളും പ്രവചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ന എക്സിറ്റ് പോളിലെ ഒരു പ്രത്യേകത, 2 മുന്നണികളും തമ്മിലുള്ള മത്സരത്തിൽ കേരളത്തിൽ അടുത്തടുത്താണ് നിൽക്കുന്നത്. നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും കാണുന്നില്ല, വളരെ കുറച്ച് സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. എന്നാൽ BJPയുടെ അക്കൗണ്ടുകൾ CPM ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഒരു എക്സിറ്റ് പോളിലും ഇടതുപക്ഷത്തിന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. തൊഴിൽ ചെയ്യുന്നവന് കൂലി കിട്ടാത്ത കാലമാണ് ഇത്. ആ ദുരന്തകാലം 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരിക്കലും തൊഴിലാളികളെ മറക്കില്ല. തൊഴിലാളികളുടെ ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടമായിരിക്കും അടുത്ത ആഴ്ച കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എക്സിറ്റ് പോൾ ഒരു സൂചനയാണെന്നും UDFന് മികച്ച വിജയമുണ്ടാകുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചാൽ വ്യക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ അന്നേരം പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം അവർ അറിയിക്കുന്നതായിരിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ചർച്ച നടക്കുന്നതെന്നും ജാതിയും മതവും നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിന് കോൺഗ്രസിൽ ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLAമാരും നേതാക്കളുമായി സംസാരിച്ചിട്ട് അതിൽ നിന്നുള്ള ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എക്സിറ്റ് പോൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി തർക്കത്തിനൊപ്പം മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന ചർച്ചകൾ അണിയറയിൽ സജീവം. മന്ത്രിസഭയെ തീരുമാനിക്കുന്നതും ഒഴിവാക്കപ്പെടുന്നവരെ അനുനയിപ്പിക്കുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സൂചന. അതേസമയം തുടർഭരണത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന CPM ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് പോലും കടക്കുന്നില്ല. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങിയത്. വിശദാംശങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, എക്സിറ്റ് പോളിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ എക്സിറ്റ് പോളുകളെ തള്ളുകയാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആരൊക്കെ മന്ത്രിസഭയിലേക്കുണ്ട് എന്ന് ഒരു പടി കൂടി കടന്ന UDF ചിന്തിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ആകാംക്ഷയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം തന്നെ കേരളം ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അംബരീഷ്, ഈ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ മുന്നണികൾക്കൊക്കെയും ഒരു വലിയ ആശങ്കയായിരുന്നു. ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവ് എങ്ങനെ പ്രതിഫലിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്ന 2 ദിവസം നോക്കുകയാണെങ്കിൽ സജീവമായ ചർച്ചകൾ ഇടകൊണ്ട് കോൺഗ്രസ് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തുകയും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുറന്നു വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടുകൂടി അത് UDFന് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എന്ന രീതിയിലുള്ള ഫലങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് UDFന് ലഭിക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ആ രീതിയിൽ പറയുക കൂടി ചെയ്യുമ്പോഴാണ് ചർച്ചകൾ, മുഖ്യമന്ത്രി ചർച്ചകളും അതുപോലെ തന്നെ നേരത്തെ അമ്പലി സൂചിപ്പിച്ചതുപോലെ ഒരു പടി കടന്നുകൊണ്ടുള്ള മന്ത്രിസ്ഥാനത്തേക്ക് മന്ത്രിമാർ ആരൊക്കെ ആകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വരുന്നത്. ഏകദേശം 100 സീറ്റുകൾ തന്നെയാണ് UDF ഇപ്പോഴും വിലയിരുത്തുന്നത് തങ്ങൾക്ക് ലഭിക്കും. 100 സീറ്റുകൾ അടുത്ത് തങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം അവർ വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകണം എന്ന കാര്യത്തിൽ വരെ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘടകകക്ഷികൾ ആർക്കൊക്കെ, ഘടകകക്ഷികളുടെ കാര്യം നേരത്തെ തന്നെ അറിയാം. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് മറ്റ് സീറ്റുകളിലേക്കാൾ ഉൾപ്പെടെ ആരെയൊക്കെ, കോൺഗ്രസിൽ നിന്ന് ആരെയൊക്കെ പരിഗണിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 3 പേർ യോഗ്യരായി വിചാരിക്കുന്ന 3 പേർ മുഖ്യമന്ത്രിമാരായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അവരവരുടെ ഗ്രൂപ്പുകൾ തന്നെ ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ അവർ തങ്ങളുടെ വാഴ്ത്തുപാട്ടുകളുമായി മുന്നിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ഇനി മുഖ്യമന്ത്രി ആകാതെ മാറി നിൽക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഏതും വകുപ്പുകൾ നൽകി അവരെ സമാധാനപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളും ഒപ്പം തന്നെയാണ് 20 മന്ത്രിമാരുള്ള മന്ത്രിസഭയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ മന്ത്രിസഭയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം. ഏകദേശം 100 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കാൻ, 100 സീറ്റുകൾക്കടുത്ത് കോൺഗ്രസ് വിജയിക്കുമ്പോൾ 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെ 50ഓളം സീറ്റുകളിൽ കോൺഗ്രസിന് ജയമുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 50 പേരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രമുഖരായ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ തഴയണം, അവരെ എവിടെയൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിന് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഭരണം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമാവുകയാണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെ ആയിരിക്കും. അതിനെ എങ്ങനെ ഇപ്പോൾ അതിജീവിക്കാൻ ഇപ്പോൾ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതേ സമയത്ത് തന്നെയാണ് 75 സീറ്റെങ്കിലും നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് ഭരണത്തിൽ തുടർ ഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. CPM ഏറ്റവും പ്രധാനമായും കരുതുന്നത് തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാവും. മറ്റ് ചിന്തകളൊന്നും തന്നെ അവരുടെ ഇപ്പോഴുള്ള ചർച്ചകളിലൊന്നും തന്നെ ഇല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം. മുഖ്യമന്ത്രി പോലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം തിരികെ വരുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അത് തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് നയിക്കുക എന്ന കാര്യത്തിൽ ഇന്നും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നും പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു തങ്ങളെ പിണറായി വിജയൻ തന്നെ നയിക്കും എന്ന കാര്യം വെച്ചു. എന്നാൽ പ്രതിപക്ഷത്തേക്ക് തങ്ങൾ പോവുകയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ അവിടെയും സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ LDF ഇതുവരെയും എടുത്തിട്ടില്ല. തുടർ ഭരണം തങ്ങൾക്കുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തവണയും തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകും, അതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇത്തവണയും അവർ തുടർഭരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും മുന്നോട്ട് വെക്കാതെയാണ് പോകുന്നത്. എന്ത് തന്നെയായാലും പിണറായി വിജയൻ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രതിപക്ഷത്താണെങ്കിൽ ഒരു പക്ഷേ 2 വർഷക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിന് അനാരോഗ്യം കൂടി ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ 2 വർഷമെങ്കിലും പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവായി തുടരും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ആരെ വേണം എന്നത് സംബന്ധിച്ച് വിവിധ നമുക്കറിയാം പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഇല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ ഒരു നിര തന്നെ അവിടെയുണ്ട്. അതിൽ ആർക്കും ഒരു പക്ഷേ ആ 2 വർഷത്തിന് ശേഷം വരാൻ സാധിക്കും എന്ന ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതുവരെയും CPM അല്ലെങ്കിൽ LDF CPM പോയിട്ടില്ല എന്നതാണ്. തുടർ ഭരണം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഈ 2 മുന്നണികളും ജയം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതേ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 2 നാൾ മാത്രമാണ് ശേഷിക്കെയുള്ളത്. മുന്നണി നേതൃത്വങ്ങൾ വലിയ ആത്മവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പുമേറുകയാണ്. മെയ് 4 ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായ ഫലം അറിയാമെങ്കിലും സ്ഥാനാർത്ഥികളും പാർട്ടി നേതൃത്വങ്ങളും ഒക്കെ പലതവണ കണക്കെടുത്ത് കഴിഞ്ഞതാണ്. ബൂത്ത് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ആരായിരിക്കും മുഖ്യമന്ത്രി, ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരായിരിക്കും, ഒപ്പം പ്രതിപക്ഷത്തെ നയിക്കുക ആരാണ് എന്നുള്ളതൊക്കെ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.
രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് മൂന്നാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപയായും മുംബൈയിൽ 3024 രൂപയായും കൂടി. 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ വില. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇത് മൂന്നാമത്തെ തവണയാണ് വാണിജ്യ പാചകവാതകത്തിന് വില വർദ്ധിച്ചത്. ആദ്യം സിലിണ്ടറിന് 100 രൂപയും പിന്നീട് 200 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. വില വർധനവ് ഹോട്ടലുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങളെയും സാരമായി ബാധിക്കും. ചിലവ് ഉയരുന്നതോടെ വിലക്കയറ്റത്തിനും സാധ്യതയുണ്ട്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. പെട്രോൾ, ഡീസൽ വിലയിലും നിലവിൽ മാറ്റമില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാചകവാതക വില വർധനയെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാചകവാതകത്തിന്റെ ലോകം മുഴുവനുള്ള വില എന്തെന്ന് ആദ്യം അന്വേഷിക്കൂ, ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്നും പറഞ്ഞ സുരേഷ് ഗോപി ഇന്ധനവില വർദ്ധിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധന ഉണ്ടാവും. അങ്കമാലി കിടങ്ങൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ മയക്കുവെടിവെച്ച് തളച്ചു. രാവിലെ 10 മണിയോടെയാണ് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞത്. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന മയ്യനാട് പാർത്ഥസാരഥിയാണ് പെട്ടെന്ന് പ്രകോപിതനായത്. ഒന്നാം പാപ്പാനെയും തന്നെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറെയും പാർത്ഥസാരഥി ആക്രമിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലോറിയുടെ ഡ്രൈവർ കൊടുമൺ സ്വദേശി വിഷ്ണു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. ഒന്നാം പാപ്പാനും ഗുരുതരമായി പരിക്കേറ്റു. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാൻ പ്രദീപ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കലി തീരാതെ മണിക്കൂറുകളോളം ഭീതി പരത്തിയ പാർത്ഥസാരഥി ലോറിയും കാറും ഇരുചക്രവാഹനവും ഉൾപ്പെടെ പലതും തകർത്തു. പോലീസും RRT സംഘവും സ്ഥലത്തെത്തി സുരക്ഷ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. മതിൽക്കെട്ടിനകത്തായിരുന്നു എന്നതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ഇടയ്ക്കിടയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ച പാർത്ഥസാരഥിയെ ഒടുവിൽ മയക്കുവെടി വെക്കുകയായിരുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് വടമുപയോഗിച്ച് ക്ഷേത്രത്തിലെ തെങ്ങിൽ ബന്ധിച്ചത്. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അമൃത ന്യൂസ്, കൊച്ചി. അങ്കമാലിക്ക് പിന്നാലെ ഇരിങ്ങാലക്കുടയിലും ആനക്കളി. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞതിനെ തുടർന്ന് പാപ്പാന് ദാരുണാന്ത്യം. കോട്ടയത്ത് നിന്നെത്തിച്ച വാഴ്വാട് കാശിനാഥൻ എന്ന ആനയാണ് തിരുവനന്തപുരം സ്വദേശിയായ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനെ ചവിട്ടി കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടനെ ഉടൻ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഇടഞ്ഞ ആന സമീപത്തെ ഷെഡുകളും തകർത്തു. തകർന്ന ഷെഡ് താഴേക്ക് പതിച്ച് ഒന്നാം പാപ്പാൻ അമലിനും കൈക്ക് പരിക്കേറ്റു. പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിലും ഇതേ ആന ഇടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്വം ആനപ്പറമ്പായ കുട്ടിയാലക്കലിൽ പാപ്പാന്മാർ ചേർന്ന് കൊമ്പനെ എത്തിച്ചെങ്കിലും ഉച്ചയോടെ വീണ്ടും ഇടയുകയായിരുന്നു. ഒന്നാം പാപ്പാൻ അമൽ ഈ സമയത്ത് ആനയ്ക്ക് സമീപം ഉറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന ശ്രീകുട്ടന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. അക്രമാസക്തനായ ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണുപോയ ഇയാളുടെ ശരീരത്തിൽ ആന ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അവർ ഇന്ന് കാലത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിരുന്ന ആനയാണ്. പക്ഷെ കാലത്ത് അവർ ഇവിടെ കെട്ടിയിട്ട് അവർ ആനയെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ കെട്ടി. അതിനടുത്ത് ഒന്നാം പാപ്പൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. രണ്ടാം പാപ്പൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആനയുടെ അടുത്ത് വന്നപ്പോൾ ആന രണ്ടാം പാപ്പനെ പിടിക്കുകയും ചെയ്തത്. രണ്ടാം പാപ്പനെ പിടിച്ച് ആന ചവിട്ടി കൂട്ടുകയും ആന നിന്നിരുന്ന താൽക്കാലിക ഷെഡ് തകിട്ടുകൊണ്ടിട്ടിരുന്ന താൽക്കാലിക ഷെഡ് മറിഞ്ഞു വീണു. ആനയുടെ പുറത്തേക്ക് വീണു. ഒന്നാം പാപ്പൻ്റെ ഉറങ്ങി കിടന്നിരുന്ന ഒന്നാം പാപ്പൻ്റെ മേലേക്ക് തകിട്ട് വീണിട്ട് മുറിവ് പറ്റി ചെയ്തത്. രണ്ടാം പാപ്പനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്.
ശ്രീകുട്ടൻ എന്ന പേര്, 25 വയസ്സാണ് ഉള്ളത്. സംഭവത്തിന് പിന്നാലെ എലിഫന്റ് സ്ക്വാഡും മറ്റ് പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ച് ലോറിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അമൃത ന്യൂസ്, തൃശൂർ. ബംഗാളിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ പ്രവർത്തകരും ഭവാനിപൂരിൽ അർദ്ധരാത്രി വരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്ന ജോലിയാണ് നടന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പരാജയ ഭീതിയിലാണ് മമതാ ബാനർജി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJPയും. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്നാരോപിച്ചാണ് ഭവാനിപൂരിലെ സഖാവത്ത് സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും എത്തിയത്. സ്ട്രോങ് റൂമിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ അറിയിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയും പ്രവർത്തകരും കുത്തിയിരുന്ന പ്രതിഷേധം തുടങ്ങി. തൃണമൂൽ നേതാക്കൾ സ്ട്രോങ് റൂം കേന്ദ്രത്തിൽ ധർണയിരുന്നുവെന്നതറിഞ്ഞ് BJP പ്രവർത്തകരും എത്തിയത് സംഘർഷത്തിന് കാരണമായി. സുരക്ഷാസേന നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാരെ നീക്കി. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ജനവിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. लेकिन इनसाइड द बिल्डिंग थर्ड फ्लोर फोर्थ फ्लोर कैसे देखेगा इधर से? कोई कुछ नहीं था. तो इसके लिए तो CCTV का बंदोबस्त किया, जैसे वो देख सकते हैं नीचे में बैठ के, और उसका माथा के ऊपर में एक कोई ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ സുരക്ഷയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. പരാജയഭീതിയിലാണ് മമതാ ബാനർജി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJP ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ് നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൗത്ത് 24 പർഗാനാസിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാകും വോട്ടെടുപ്പ്. ബൂത്തുകളിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറച്ച് ടേപ്പൊട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ്. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രത്തിലെത്തിയ 11 പേർക്ക് ഇടിമിന്നലേറ്റു. മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ജില്ലകളിലാണ് ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഞായറാഴ്ച കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും എറണാകുളത്തും ഇന്നു പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും കുട്ടമ്പുഴയിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മംഗളാദേവിയിലെത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള 11 പേർക്കാണ് ഇടിമിന്നലേറ്റത്. പരിക്ക് ഗുരുതരമല്ലെങ്കിലും എല്ലാവരെയും കുമളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ ചൂടിനും കുറവുണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുന്നത് ചൂടിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമാകുമെങ്കിലും ശക്തമായ കാറ്റിലും മിന്നലിലും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോതമംഗലത്തെ ശക്തമായ കാറ്റും മഴയും കുട്ടമ്പുഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ആനക്കയം മൈപ്പാൻ തങ്കച്ചന്റെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത്. വീട്ടിൽ ആളുകളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. പൂയംകുട്ടി റോഡിൽ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതിച്ചു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. ചർച്ചകൾക്ക് വഴങ്ങാത്ത ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്നും ഹോർമൂസിലെ ഉപരോധം പിൻവലിക്കില്ലെന്നും അമേരിക്ക. എന്നാൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ US-ന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. അതേസമയം US-ഉമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇറാൻ സൈന്യത്തിന്റെ നിലപാടുകളാണ് പിന്തുടരുന്നതെന്നാണ് വിമർശനം. ഇതിനിടെ അരാഗ്ചിയെ പുറത്താക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായുള്ള സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നടത്തൂ എന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആണവ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്.
പ്രതിദിനം 140 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് 7 കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ നോഡ് എന്ന ആഡംബര കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നു. PV അൻവറുമായുള്ള ഫോൺ വിളിയിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതിയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. തന്റെ ശബ്ദമല്ലെന്നും വ്യാജ നിർമ്മിതിയാണെന്നുമാണ് സുജിത് ദാസ് നൽകിയ വിശദീകരണം. അതേസമയം സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെയെന്നും കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. നിലമ്പൂർ MLA ആയിരിക്കെ PV അൻവർ നടത്തിയ ഫോൺ വിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിന് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണ സമിതിയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ പരാമർശങ്ങളടങ്ങിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു അന്വേഷണം. കേസുമായി ബന്ധപ്പെട്ട് സമിതിക്ക് മുൻപാകെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ PV അൻവർ പരാജയപ്പെട്ടതാണ് സുജിത് ദാസിന് അനുകൂലമായത്. പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തന്റേതല്ലെന്നും വ്യാജമായി നിർമ്മിച്ചതാണെന്നുമുള്ള സുജിത് ദാസിന്റെ വാദം സമിതി അംഗീകരിച്ചു. ഫോൺ സംഭാഷണം പുറത്തുവിട്ട PV അൻവർ അന്വേഷണ സമിതിക്ക് മുൻപാകെ മൊഴി നൽകാൻ ഹാജരായില്ല. കൂടാതെ വിവാദമായ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഫോൺ ഹാജരാക്കാനും പരാതിക്കാരൻ തയ്യാറായില്ല. പ്രാഥമിക തെളിവുകളുടെ അഭാവത്തിൽ സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. മലപ്പുറം ക്യാമ്പ് ഓഫീസ് വളപ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് അൻവർ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് സുജിത് ദാസ് അപേക്ഷിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയായിരുന്നു അൻവർ പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ സുജിത് ദാസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ADGP MR അജിത് കുമാറിനൊപ്പം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണവും അൻവർ ഉന്നയിച്ചിരുന്നു. സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെയാണെന്ന് അൻവർ പറഞ്ഞു. എന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഹാജരായില്ല എന്ന് പറയണമെങ്കിൽ ഹാജരാവാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണ്ടേ? എനിക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് ഞാൻ ഹാജരാവണോ എന്ന് ചോദിക്കണോ? അദ്ദേഹം താമസിക്കുന്ന സർക്കാരിൻ്റെ കെട്ടിടം ക്യാമ്പ് ഓഫീസിൻ്റെ മുറ്റത്തുള്ള മരം മുറിച്ച് കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു IPS ഓഫീസർക്കുണ്ടെങ്കിൽ അവന് എത്രമാത്രം കള്ളനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പരാതിക്കാരൻ എന്ന നിലയ്ക്ക് തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും തെളിവ് നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് നൽകാതിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തുടർ നടപടികൾക്കായി കോടതിയെ സമീപിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ച പോലീസ്. DGP നിതിൻ അഗർവാൾ റിപ്പോർട്ട് സർക്കാരിന് നൽകി. ജാഗ്രത കുറവ് ആവർത്തിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ADGP-ആയി ലക്ഷ്മണയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. കേസിൽ പ്രതിയായതോടെ നേരത്തെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 226 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസ് നേടി. ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാന് കരുത്തായത്. 50 പന്തുകളിൽ നിന്ന് 8 ഫോറുകളും 5 സിക്സറുകളും സഹിതം 90 റൺസ് നേടിയ പരാഗാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഡൽഹിക്കായി മിച്ചൽ സ്റ്റാർക്ക് 4 ഓവറിൽ 40 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് ഭേദപ്പെട്ട തുടക്കമാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 133 റൺസ് എന്ന നിലയിലാണ്.